atoms. In this video, we are going to discuss some important formulas of this chapter and also some theory parts. Okay, so ആദ്യം E minus എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ദാറ്റ് ഇസ് 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളംബ് ആണ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ബി പറയുന്നത് ഇമ്പാക്ട് പാരാമീറ്റർ ആണ്. തീറ്റ സ്കാറ്ററിംഗ് ആംഗിൾ. x0 പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. Z atomic number, N principal quantum number, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് nth orbit, P എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ nth orbit, C സ്പീഡ് ഓഫ് ലൈറ്റ്, എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഡെൽറ്റ E is equal to E2 minus E1, that is energy of emitted photons, L angular momentum, nu frequency of emitted photon, lambda wavelength of emitted photon, T time period of electrons, Ke kinetic energy of electron, Pe potential energy of electron, Te total energy of electron, R Rydberg constant, that is 1.09 into 10 raised to 7, Ip ionization potential, Ie ionization energy, EE excitation potential, EP excitation potential, BE binding energy, N number of spectral lines obtained due to transition of electron from nth orbit to lower, omega n angular velocity of electron in nth orbit. സോ ഇവിടെ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് തന്നെയാണ്. ഇക്വേഷൻസ് വരുമ്പം നിങ്ങൾ അതിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് തിങ് ദറ്റ് ഇസ് ബോർസ് പോസ്റ്റുലേറ്റ്. ബോറിൻ്റെ 4 പോസ്റ്റുലേറ്റ്സ് ആണ്. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ ഓർബിറ്റ്. ഇലക്ട്രോൺസ് സർക്കുലാർ ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്യുന്നത്. സെക്കൻഡ്, ദി ഓർബിറ്റ് ഓഫ് ദി ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ് ക്യാൻ ടേക്ക് സം സ്പെഷ്യൽ വാല്യൂ ഓഫ് റേഡിയസ് ആൻഡ് ദാറ്റ് ഓർബിറ്റ് ഇസ് കോൾഡ് ദ സ്റ്റേഷനറി ഓർബിറ്റ്. അതായത് ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഇലക്ട്രോൺ ഓർബിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ചില റേഡിയസിന് സ്പെഷ്യൽ വാല്യൂസ് ആയിരിക്കും. അങ്ങനത്തെ ഓർബിറ്റിന് നമ്മൾ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയും. ആൻഡ് ദ ഇലക്ട്രോൺ ഡസ് നോട്ട് റേഡിയേറ്റ് എനർജി ഫ്രം ദീസ് ഓർബിറ്റ്. ഈ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് റേഡിയേറ്റ് ചെയ്യില്ല, എനർജീനെ എടുക്കില്ല. ദി എനർജി ഓഫ് ആറ്റം ഹാസ് എ ഡെഫിനിറ്റ് വാല്യൂ ഇൻ ഗിവൺ സ്റ്റേഷനറി ഓർബിറ്റ്. ഒരു ഗിവൺ സ്റ്റേഷനറി ഓർബിറ്റിൽ എനർജിക്ക് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്. ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ. ഇലക്ട്രോണ് ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലോട്ട് ജംപ് ചെയ്യും. And D, in stationary orbit, the angular momentum of electron about the nucleus is an integral multiple of h by 2 pi. Okay, ഈ 4 പോയിന്റ്സ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദ സ്റ്റേറ്റ് ഓഫ് ആറ്റം വിത്ത് ലോവസ്റ്റ് എനർജി. ഏറ്റവും കുറവ് എനർജിയുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ എനർജി എത്രയാണ്, -13.6 eV ആൻഡ് ഇറ്റ് ഈസ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് ജമ്പ് ചെയ്തിട്ട് കിട്ടുന്ന എനർജിയിൽ, അതായത് ദ സ്റ്റേറ്റ് വിത്ത് ഹയർ എനർജീസ് ദാൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാട്ടിലും ഹയർ എനർജി ഉള്ളതിനെയാണ് നമ്മൾ എക്സൈറ്റഡ് എനർജി. അത് ഇപ്പം -13.6 ആണ് എവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. ഇപ്പം -3.4 അങ്ങനത്തെ എനർജിയുള്ള ലെവൽസൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റേഷൻ എനർജി, the energy required to take electron or an atom from ground state to excited state is known as excitation energy. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവണമെങ്കിൽ ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്യണം, ഇലക്ട്രോണിനെ വലിക്കണം, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് വലിക്കണം. അതിനാവശ്യമായിട്ടുള്ള എനർജി, ദ എനർജി റിക്വയർഡ് ടു ടേക്ക് ഇലക്ട്രോൺ ഓർ ആൻ ആറ്റം ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുന്നത്. Excitation potential എന്ന് പറഞ്ഞാൽ the potential through which an electron should be accelerated to acquire this much energy is called excitation potential. അതായത് ഒരു ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അടുത്തത് അയണൈസേഷൻ എനർജി. ദ മിനിമം എനർജി റിക്വയർഡ് ടു അയണൈസ് an atom is called അയണൈസേഷൻ എനർജി. അതായത് ഒരു
ഒരു ആറ്റം അയണൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന മിനിമം എനർജീനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ത്രൂ വിച്ച് ഇലക്ട്രോൺ ഷുഡ് ബി ആക്സലറേറ്റഡ് ടു അക്വയർ ദിസ് മച്ച് എനർജി. ഒരു ഈ പൊട്ടൻഷ്യൽ എന്താ, ഇത്ര എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അത് ആക്സലറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ബൈൻഡിങ് എനർജി, the minimum amount of energy required to separate electron from an atom. ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം എനർജീനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഇൻ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഓർബിറ്റ് ഇസ് കോൾഡ് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓർബിറ്റിലെ എനർജീൻ്റെ ഇലക്ട്രോണിൻ്റെ എനർജീനെ ആണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ പറയും. ഹൈഡ്രജൻ സ്പെക്ട്രം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ സ്പെക്ട്രം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. ഹൈഡ്രജൻ ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ ഫ്ലാസ്ക് ആൻഡ് ഹീറ്റ് ടു ഹൈ ടെമ്പറേച്ചർ ടു എമിറ്റ്സ് റേഡിയേഷൻ. ഇഫ് ദീസ് റേഡിയേഷൻ ആർ പാസ്ഡ് ത്രൂ എ പ്രിസം, ദിസ് വി ഗെറ്റ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഒരു എന്താ പറയുക, ഒരു ഫ്ലാസ്ക് കൂടെ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, ഹൈഡ്രജൻ ഗ്യാസിനെ പാസ് ചെയ്യുമ്പോൾ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഈ റേഡിയേഷൻ ഒരു പ്രിസത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദിസ് സ്പെക്ട്രം ഇസ് ദാറ്റ് എനി sharply defined wavelength exists in the radiation 656.3 nanometer or 486.1 nanometer. ഇതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് 656.3 to 486.1 ആയിരിക്കും. ഓക്കെ, അടുത്തത് ലൈൻമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ ആദ്യം ലൈൻമാൻ സീരീസ്. ദ സീരീസ് അറൈസ് ഡ്യൂ ടു ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ഡിഫറെൻറ്റ് ഔട്ടർ ഓർബിറ്റ് to the first Bohr orbit is called the Lyman series. Lyman series in the first orbit നിന്നിട്ട് ഇതാക്കുന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്താ പറയുക, ബോർ ഓർബിറ്റിൻ്റെ ഫസ്റ്റത്തെ ഇതിൽ നിന്ന് എടുക്കുന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ അവിടുത്തെ ആ ഓർബിറ്റിനെയാണ് നമ്മൾ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. ദ സീരീസ് അറൈസ് ഡ്യൂ ടു ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ഔട്ടർ ഓർബിറ്റ് ടു ദ ഫസ്റ്റ് ഓർബിറ്റ്. ഔട്ടറിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലോട്ടുള്ള ഇതിനെയാണ് നമ്മൾ Lyman series. Balmer series arise due to transition of electron from different outer orbit to second orbit. ഔട്ടറിൽ നിന്ന് സെക്കൻഡിലോട്ടുള്ളത് ബാമർ. Series arises due to the transition of electron from different outer orbit to third orbit. ഔട്ടറിൽ നിന്ന് തേർഡിലോട്ടുള്ളതിനെ നമ്മൾ പാഷൻ എന്നും, ഔട്ടറിൽ നിന്ന് ഫോർത്തിലോട്ടുള്ളതിനെ നമ്മൾ ബ്രാക്കറ്റ് എന്നും, ഔട്ടറിൽ നിന്ന് ഫിഫ്ത്തിലേക്കുള്ളതിനെ നമ്മൾ ഫണ്ട് എന്നും ഒക്കെ പറയും. ഓക്കെ, സീരീസ് ലിമിറ്റ്. ദ സ്മോളസ്റ്റ് വേവ് ലെങ്ത് എമിറ്റഡ് ഇൻ സീരീസ് ഇസ് കോൾഡ് സീരീസ് ലിമിറ്റ്. സ്മോളസ്റ്റ് വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ സീരീസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഒക്കെ ആണ്. x0 is equal to z1 z2 e square by 2 pi epsilon 0 mv square. x0 is directly proportional to 1 by m ആണ്. ഓക്കെ, ബി ഇസ് ലെസ് ആണെങ്കിൽ തീറ്റ മോർ ആയിരിക്കും. അതായത് ഇമ്പാക്റ്റ് എനർജി കുറവാണ്, ഇമ്പാക്റ്റ് പാരാമീറ്റർ കുറവാണെങ്കിൽ തീറ്റ കൂടുതലും, ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആണെങ്കിൽ തീറ്റ 180. അപ്പോൾ ഹെഡ് ഓൺ കൊളിഷൻ ആയിരിക്കും വരിക. ആർ എൻ റേഡിയസ് ഓഫ് എൻത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത് എപ്സിലോൺ 0 h സ്ക്വയർ n സ്ക്വയർ ബൈ പൈ എം ഇ സ്ക്വയർ ഇൻറ്റു സെഡ്. ഇത് ഈ ഒരു ഇക്വേഷൻ പഠിക്കുന്നതിനെക്കാട്ടിലും ഐ തിങ്ക് ഈ ഒരു ഇക്വേഷൻ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി പഠിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും. ആർ എൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ബൈ സെഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആർ എൻ ഇസ് ഈക്വൽ ടു 0.53 A0 എൻ സ്ക്വയർ ബൈ സെഡ് എന്ന് പറയാം. ഓക്കെ, 0.53 A0 എൻ സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ. ഇതിനെ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, ആർ എൻ ഇസ് ഈക്വൽ ടു R0 ഇൻറ്റു A0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. വെലോസിറ്റി ഓഫ് nth ഓർബിറ്റ് z സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 hn, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു z ബൈ n ആയിരിക്കും. ഈ ഇത് കൊടുക്കാറുണ്ട് 2.2 ഇൻറ്റു 10⁶ z ബൈ n കൊടുക്കാറുണ്ട്. കൂടുതലും ഈ പ്രൊപ്പോർഷണാലിറ്റി നോക്കിയാൽ മതി. ഇക്വേഷൻ നോക്കണം, പക്ഷെ പ്രൊപ്പോർഷണാലിറ്റിക്കാണ്
കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ E2 മൈനസ് E1 എന്താണ്? ചേഞ്ച് ഇൻ എനർജി എത്രയാണ്? hc/λ. ആംഗുലാർ മൊമെൻറ്റം mvr അല്ലേ? അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ mvnr, അതായത് nh/2π ആയിരിക്കും ആംഗുലാർ മൊമെൻറ്റം. എല്ലാം അറിയുന്നത് nh/2π. ടൈം പീരീഡ് 2πrn/vn ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2πr/v എന്നല്ലേ? അപ്പം എന്താണ്? ടൈം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n²/z² ആയിരിക്കും. കൈനറ്റിക് എനർജി ടൈം പീരീഡിൻ്റെത് നോട്ട് ചെയ്യണം, കാരണം അതുവരെ n വന്നിട്ടുള്ളത് ഡിനോമിനേറ്ററിലായിരുന്നു. ആംഗുലാർ മൊമെൻറ്റത്തിനും ടൈം പീരീഡിനും n വരുന്നത് ന്യൂമറേറ്ററിലാണ്. ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n³/z² ആണ്. കൈനറ്റിക് എനർജി പറഞ്ഞത് ½ mv² അല്ലേ? അപ്പോൾ ഇക്വേഷൻ വരുന്നത് mz²e⁴/8ε0h²n² ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജിയും അതേ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി /2 ആയിരിക്കും, × 2 ആയിരിക്കും. അതായത് മൈനസ് mz²e⁴/4ε0h²n² ആയിരിക്കും. ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതായത് മൈനസ് mze⁴/8ε0h²n² ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മൈനസ് കൈനറ്റിക് എനർജി, അതായത് പൊട്ടൻഷ്യൽ എനർജി /2. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി /2. അതിന് മൈനസ് ഒന്നുമില്ല. ടോട്ടൽ എനർജീനെ നമ്മൾ -13.6 eV/z²/n² എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പം എനർജി 1ലാണെങ്കിൽ -13.6, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ -13.6 eV ആയിരിക്കും. അതിൻ്റെ അടുത്ത എനർജി ലെവൽ, എക്സൈറ്റഡ് എനർജി ലെവലാണെങ്കിൽ -3.4 eV ആയിരിക്കും. തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ -1.51 eV ആയിരിക്കും. ഫോർത്ത് എനർജി ലെവൽ ആണെങ്കിൽ -0.85 eV. ഫിഫ്ത്ത് എക്സൈറ്റഡ് ലെവൽ ആണെങ്കിൽ -0.54 eV ആയിരിക്കും. ആൻഡ് ഇവിടെ 1/λ = rz² × 1/n1² -1/n2². n2 > n1 ആകുമ്പം 1/λ എന്ന് പറയുന്നത് rz² × 1/n1² -1/n2² ആയിരിക്കും. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത് n × n−1/2 ആയിരിക്കും. n × n−1/2 ആയിരിക്കും. ഇപ്പോൾ n4 ആണെങ്കിൽ ക്യാപിറ്റൽ N എന്തായിരിക്കും? 6 ആയിരിക്കും. ഫോർത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അതേ × 4−1/2, അപ്പോൾ n = 6 ആയിരിക്കും. ഓക്കെ, ഇനി സീരീസ് ഏതൊക്കെയാണ്? ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇപ്പോൾ ലൈമാൻ ആണെങ്കിൽ n1 1ഉം n2 2 3 4 എക്സെട്ര ആയിരിക്കും. ബാമർ ആണെങ്കിൽ 2, n2 എന്തായിരിക്കും? 3 4 5 ആയിരിക്കും. പാഷൻ അതുപോലെ 3ൽ നിന്ന് തുടങ്ങിയിട്ട് ബാക്കിയൊക്കെ എന്തായിരിക്കും? 4 5 അങ്ങനെ. ബ്രാക്കറ്റ് 4 ആയിരിക്കും n1, n2 5 6 7 ആയിരിക്കും. ഫണ്ടിന് n1 5ഉം n2 6 7 8 ആയിരിക്കും. ഇവരുടെ റീജിയന് ലൈമാൻ അൾട്രാ വയലറ്റ് റീജിയൻ ആയിരിക്കും. ബാമർ വിസിബിൾ ആയിരിക്കും. ബാമർ മാത്രമേ വിസിബിൾ റീജിയനിൽ കാണുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്, അത് MCQയിൽ ചോദിക്കാറുണ്ട്. പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഫോർ ഹൈഡ്രജൻ ആറ്റം z = 1, n = 1 2 3 4 × ആയിരിക്കും. ഇപ്പോൾ n1ൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ n2ലോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ അബ്സോർപ്ഷൻ്റെ എനർജി എത്രയാണ്? 10.2 eV. n3ലോട്ടാണെങ്കിൽ 12.1 eV. n4ലോട്ടാണെങ്കിൽ 12.75 eV. n5ലോട്ടാണെങ്കിൽ 13.06 eV. n∞ലോട്ടാണെങ്കിൽ 13.6 eV. ഓക്കെ, അതായത് എനർജി എന്താ? hc/λ ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ബാക്കി നിങ്ങൾ നന്നായിട്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കുക. കുറേ പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് പഠിക്കാം. ഓക്കെ.